2026 ജനുവരി 26 സിറാജ് എഡിറ്റോറിയൽ. നടപ്പാതകൾ പരസ്യ ബോർഡുകൾക്കല്ല. നടപ്പാതകളിലെ പരസ്യ ബോർഡുകൾക്കെതിരെ ഹൈക്കോടതി പിന്നെയും രംഗത്തെത്തിയിരിക്കുന്നു. പരസ്യ ബോർഡുകളും കൊടികളും സ്ഥാപിക്കാനാണെങ്കിൽ നടപ്പാതകൾ അടച്ചുപൂട്ടുകയാണ് നല്ലതെന്നാണ് കോടതിയുടെ പക്ഷം. തിരുവനന്തപുരം നഗരത്തിലെ നടപ്പാതകളിൽ കാൽനടയാത്രയ്ക്ക് പറ്റാത്ത വിധം പരസ്യങ്ങളും കൊടികളുമാണെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്മേലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിമർശം. കാൽനടയാത്രക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് കോടതി നിരന്തരം പറയുമ്പോഴും പരസ്യ ബോർഡുകൾ നടപ്പാതകൾ കൈയടക്കുന്നതിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രോഷം പ്രകടിപ്പിച്ചു. നവകേരളം കടലാസിൽ മാത്രം പോരാ, പൗരന്മാരുടെ മനോഭാവത്തിലും പ്രകടമാകണമെന്നും കോടതി ഉണർത്തി. തിരുവനന്തപുരം നഗരത്തിന്റെ മാത്രം അവസ്ഥയല്ല ഇത്. സംസ്ഥാനത്ത് നഗരങ്ങളിലുടനീളം പൊതുനിരത്തുകളോട് അനുബന്ധിച്ചുള്ള നടപ്പാതകൾ പരസ്യ ബോർഡുകളും കച്ചവടക്കാരുടെ സൂചനാ ബോർഡുകളും വിവിധ സംഘടനകളുടെ കൊടിതോരണങ്ങളും കൈയടക്കിയിരിക്കുകയാണ്. സമ്മേളനങ്ങൾ, ഉത്സവങ്ങൾ തുടങ്ങിയവയോടനുബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെയും മാർഗതടസ്സമുണ്ടാക്കാതെയും താൽക്കാലികമായി കൊടിതോരണങ്ങൾ കെട്ടാൻ അനുവാദമുണ്ട്. ഈ ആനുകൂല്യത്തിന്റെ മറവിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉത്സവ നടത്തിപ്പുകാരും നടപ്പാത കയ്യേറി പരസ്യങ്ങളും കൊടിതോരണങ്ങളും സ്ഥാപിക്കുന്നത്. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കാനുള്ളതാണ് നടപ്പാത. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണിത്. ഈ അവകാശത്തിന്മേലുള്ള കയ്യേറ്റമാണ് പരസ്യ ബോർഡുകൾ. നടപ്പാതകളിൽ യാത്ര ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കാൽനടയാത്രക്കാർ നിരത്തുകളിലിറങ്ങാൻ നിർബന്ധിതരാകുന്നു. വാഹനങ്ങൾ ചീറിപ്പായുന്ന നിരത്തുകളിലെ കാൽനടയാത്ര അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുക സ്വാഭാവികം. റോഡപകടങ്ങളിൽ മരണപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും കാൽനടയാത്രക്കാരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ദൃശ്യ മലിനീകരണവും സുരക്ഷിതവും ശുദ്ധവുമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിന്റെ ലംഘനവുമാണ് നിരത്തുകളിലെ അനധികൃത പരസ്യങ്ങളെന്ന് 2025 മാർച്ച് 13 ഒരു ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃത ബോർഡുകൾ കണ്ടെത്താൻ ജില്ലകൾ തോറും പ്രത്യേക സ്ക്വാഡുകൾ, നിയമലംഘനങ്ങൾ കണ്ടാൽ ഫോട്ടോ സഹിതം പരാതിപ്പെടാൻ മൊബൈൽ ആപ്പുകൾ പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങിയ നിർദ്ദേശങ്ങളും മുൻവച്ചിട്ടുണ്ട് കോടതി. ബോർഡുകൾ നീക്കം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ബോംബെ ഹൈക്കോടതി 2025 ഏപ്രിൽ 15. ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് 2025 ജനുവരി 16. മദ്രാസ് ഹൈക്കോടതി 2025 ആഗസ്റ്റ് 12 തുടങ്ങിയ നീതിപീഠങ്ങളും നടപ്പാതകളിലെ പരസ്യങ്ങൾക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാൽനടയാത്രയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതിന് പുറമെ ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കുകയും റോഡപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നടപ്പാതകളിലെയും നഗരവീഥികളിലെയും പരസ്യങ്ങൾ. കാറ്റിലും മഴയിലും പരസ്യ ബോർഡുകൾ നിലംപൊത്തി വഴിയാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവങ്ങൾ നിരവധിയാണ്. കൊടിതോരണങ്ങൾ കെട്ടാൻ ഉപയോഗിച്ച കയർ ബൈക്ക് യാത്രക്കാരന്റെ കഴുത്തിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെട്ട സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പൊതുനിരത്തിൽ അപകടകരമായ എന്തെങ്കിലും സ്ഥാപിക്കുന്നത് കുറ്റകരമായ നരഹത്യയായി കാണേണ്ടി വരുമെന്ന് കോടതിക്ക് പറയേണ്ടി വന്നതിന്റെ സാഹചര്യം ഇതൊക്കെയാണ്. നടപ്പാതകൾ കയ്യേറി ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ നിയമങ്ങൾ നിലവിലുണ്ട്. നിയമത്തിന്റെ അപര്യാപ്തതയല്ല, അത് നടപ്പാക്കുന്നതിലെ വീഴ്ചയും അനാസ്ഥയുമാണ് പ്രശ്നം. നിയമം നടപ്പാക്കേണ്ട തദ്ദേശ സ്ഥാപന പോലീസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങി നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ നിർബന്ധിതരാകുകയാണ്. 2 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് റോഡുകളിലെ ബോർഡുകൾ നീക്കം ചെയ്യാൻ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ പ്രത്യേക പദ്ധതി തയ്യാറാക്കി രംഗത്തിറങ്ങി. എന്നാൽ വൻകിടക്കാരുടെ പരസ്യ ബോർഡുകളിൽ കൈവച്ചതോടെ ഉദ്യോഗസ്ഥരുടെ കൈപ്പൊള്ളി. അവർക്ക് യജ്ഞത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. നിയമം നടപ്പാക്കാൻ കോടതി വാളെടുക്കേണ്ടി വരുന്നത് ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ്. നഗരങ്ങളുടെ പുരോഗതിയും ഭരണമികവും വിലയിരുത്തപ്പെടുന്നത് സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന നടപ്പാതകളുടെയും വഴികളുടെയും ഗുണമേന്മയെ ആധാരമാക്കി കൂടിയാണെന്ന കാര്യം ഉത്തരവാദപ്പെട്ടവർ ഓർത്തിരിക്കേണ്ടതുണ്ട്. കോടതി ഉത്തരവുകൾ കൊണ്ടോ നിയമനിർമ്മാണങ്ങൾ കൊണ്ടോ മാത്രം പരിഹരിക്കാവുന്നതല്ല പ്രശ്നം. രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും മനോഭാവത്തിലും മാറ്റം വരേണ്ടതുണ്ട്. റോഡരികിൽ ബോർഡുകൾ നിരത്തിയും കൊടിതോരണങ്ങൾ തൂക്കിയുമാണ് ശക്തി തെളിയിക്കേണ്ടതെന്ന ധാരണ സംഘടനാ നേതൃത്വങ്ങൾ തിരുത്തണം.
നിയമവിധേയമായി സ്ഥാപിച്ച സമ്മേളന ബോർഡുകളും മറ്റും പരിപാടി കഴിഞ്ഞ അടുത്ത ദിവസം എടുത്തുമാറ്റുകയും വേണം. പരിപാടി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കം ചെയ്യാത്ത ബോർഡുകൾ കാണപ്പെടാറുണ്ട് പലയിടങ്ങളിലും. സമൂഹത്തിനുമുണ്ട് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാനും പരാതിപ്പെടാനും പൊതുചർച്ചകൾ സജീവമാക്കാനും സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട്.